തറവാടിൻ്റെ അന്തസ്സ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛൻ്റെ അമ്മായിയുടെ മോൾ അംബുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അംബുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? ആ, അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ടാ ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടൂ. നീ ഇവിടെ ഇതേ വരുന്നു പറയാം. കണ്ണങ്കര ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കേ. വായോ വായോ, വാ വാ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറി കേട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓ, നമ്മളെയൊന്നും ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോര് ഇപ്പൊ തുടങ്ങുന്നത്? ഡോർ അടച്ചേക്കണേ. മീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദാണോന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ചേച്ചി ആണ്ട് അങ്ങോട്ട് ഇരുന്നോ. ആ, ഞാൻ ഇരിക്കുവാണേ. ആ ഡോർ അടച്ചേക്കണേ. മീരമോളെ ടിക്കറ്റ്. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേ, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ, ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. അത് അവള് ശലഭ. ഒറ്റക്കടത്തിയിരിക്കല്ലേ? ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല, KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല, കറക്റ്റ് ടൈം അല്ല, ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരമ്മേ? ആരാ? അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ, MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടെ. ആ, അവര് പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ? നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ, അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ?
ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ. നമ്മൾ ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. വാ മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? അമ്മാനുണ്ടല്ലേ. അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇതാ ഇത് വെച്ചോ. വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. സമയം ചേട്ടാ സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതൽ. ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലേലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചീനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ദേ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച് അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ആ ശ്രമിക്കാം. ആ ഇവിടെ മതി. എടാ ഇവിടെ ചെലവാക്കരുത്. ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലടക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ചത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റാ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റായ? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഞാൻ അടച്ചുതരാം. അതെ, ആ നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു ഓരും കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റാ? ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. താഴെ താഴെ. അതിന് മുകളിലേക്ക് കയറ്റി. മോള്. ഓക്കെ കേട്ടോ. ആ വിടല്ലേ. ആചാരം താഴെ പോയില്ലേ? ഹലോ. ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ട. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നിപ്പോ ധൈര്യം ഉണ്ടോ? ഏയ് ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്താ ഞാൻ വരും, വന്നിരിക്കും. കാണാം. പോയിരിക്കും. വണ്ടി എടുക്കട്ടെ? ആ ആചാര സംരക്ഷണം. വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ട മതിൽ ചാടിക്കിടക്കണ ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ. ആരും കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ. ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണോ? ഒരു 10 തരാം. വേണമെങ്കോ? ഇല്ല, വേണമെങ്കില്ല. ഇതാരാ ഇത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ. എന്ത്? വാ. പറ.
എന്താ കാണിക്കുക? എന്താടാ എടാ പുറത്തു കൂടി ആൾക്കാർ പോന്നെ എന്നെ ആരെങ്കിലും കാണും, നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ ഇപ്പൊ പോവാന്നോ? എടാ കുറച്ചു നേരം കുറച്ചു നേരം പ്ലീസ്. കുറച്ചു നേരം ഉള്ളേ. 5 മിനിറ്റ്. ഇനി വേണ്ട പോ. പോണോ? ഉം. ഏ, എന്താ 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 പറ. വേണ്ട പോ. എന്താ ഒറ്റ ചവിട്ടി ചെറുക്കും മനുവേട്ടാ. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ യുവാവുണ്ട്. സെക്രട്ടറി, പ്രസിഡന്റ്? സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീട് എന്റെ മോളുമായി പോയില്ലേ, നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ഒരു 6 മാസം. അത് ശരിയാ, അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ, ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. അയ്യോ, ഞായറാഴ്ച പത്രക്കല്ലേ കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്? എന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ല, ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് ഇങ്ങ് വന്ന്? അതെനിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അല്ല, ആ കാവല് നിർത്തിയാൾ ഇവിടെ പോയതാ? അവൻ റംബൂട്ടാൻ കണ്ടപ്പോ അത് പറിക്കാൻ പോയി. ബെസ്റ്റ്. എന്തായാലും കാര്യം കഴിഞ്ഞു കിട്ടിയല്ലേ? അല്ലേ? 6-7 മാസം കഴിഞ്ഞാൽ കെട്ടുമല്ലോ അല്ലേ? മീരയുടെ കാര്യം ഒന്ന് ശരിയായി മതി. ഓ, എന്ത് പറഞ്ഞാലും പെങ്ങള്. നീ അത് പറയാൻ നിൽക്കണ്ട. നീ അവളൊന്നും പറയേണ്ട കേസില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ.